അല്ലെ? നമ്മുടെ കേരളത്തിന്റെ മണ്ണ് എന്ന് പറയുന്നത് ഇവിടെ തൊഴിലെടുക്കാനും മാറുമറയ്ക്കാനും ആഭരണങ്ങൾ ധരിക്കാനും ഒക്കെ നിരവധിയായിട്ടുള്ള സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഉശിരുള്ള തന്റേടികളായ സ്ത്രീകളുടെ നാടാണ് നമ്മുടേത്. അവർ നടത്തിയ സമരത്തിന്റെ ഭാഗമായിട്ട് ടി.ജി. മോഹൻദാസിന്റെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കും ഉൾപ്പെടെ അഭിപ്രായം പറയുവാനും തൊഴിലെടുക്കുവാനും വോട്ട് ചെയ്യാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നേടിയെടുത്ത നാടാണ് നമ്മുടേത്. അപ്പോ ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ വലിയ ഭയമുണ്ട്. ടി.ജി. മോഹൻദാസിന്റെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ ഭയമുണ്ട്. കാരണം ഇങ്ങനെയൊരു രോഗി ആ വീട്ടിൽ താമസിക്കുമ്പോ അവർക്ക് സഹിക്കേണ്ടി വരിക. ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത്, രോഗം മൂർച്ഛിച്ചാൽ ചികിത്സിക്കണം, പിന്നെയും മൂർച്ഛിച്ചാൽ ചങ്ങലക്കിടണം. അങ്ങനെ ചങ്ങലക്കിടാൻ നിങ്ങൾ തയ്യാറാകണം. അതിന് വാർദ്ധക്യം എന്നുള്ള ഒരു പരിഗണനയും നിങ്ങൾ കൊള്ളുന്നതില്ല എന്നുള്ളതാണ്. ഞങ്ങൾ ഈ സമരം ഒരു സൂചന മാത്രം നൽകിക്കൊണ്ട് അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. നമുക്കറിയാം, തെരുവിൽ ഒരുപാട് തെരുവുപട്ടികൾ കുരയ്ക്കാറുണ്ട്. ആ തെരുവുപട്ടികളെയൊക്കെ നമ്മൾ തിരിച്ച് പ്രതികരിക്കാനൊന്നും പോവാറില്ല. സാധാരണ അതാണ് പതിവ്. പക്ഷേ ഈ തെരുവുപട്ടികൾക്കൊക്കെ പേ പിടിച്ചാൽ സാധാരണ ഒന്നെങ്കിൽ നാട്ടുകാർ അതിനെ തല്ലിക്കൊല്ലും, അല്ലെങ്കിൽ അത് ചത്തുപോകും. അപ്പൊ ഞാൻ അതിനേക്കൊന്നും കടക്കുന്നില്ല. എന്തായാലും ഈ ഡിവൈഎഫ്ഐക്കകത്തും സമരം ചെയ്യുന്ന സ്ത്രീകളുണ്ട്. യഥാർത്ഥത്തിൽ സമരം ചെയ്യുന്ന പെൺകുട്ടികളുടെ കരുത്ത് എന്താണെന്ന് മോഹൻദാസ് അറിഞ്ഞിട്ടില്ല. അത് ചെയ്യാൻ ഞങ്ങൾക്ക് ഒരു മടിയുമില്ല എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. സഖാക്കളെ അഭിവാദിക്കുന്നു.